നമസ്തേ. നമുക്ക് അയാദി സന്ധിയിലെ നിയമങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. എ പ്ലസ് അന്യസ്വരം വന്നു കഴിഞ്ഞാൽ ആ എ എന്നുള്ളത് അയ് എന്നാകും. ആ അന്യസ്വരം അങ്ങനെ തന്നെ നിൽക്കും. ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം. ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം, ഇത് രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കം. ഇപ്പം എ വന്നിട്ട് ഐ ആയി മാറും, മറ്റേ സ്വരം അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. നയനം എന്ന പദം. ഈ നയനം എന്ന പദം ഉദ്ഭവിക്കുന്നതിന് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന മാറ്റം. ചില സന്ധികൾ ഒരു പദത്തിൻ്റെ ഉള്ളിലുള്ള സന്ധിയുണ്ട്, രണ്ട് പദങ്ങൾ കൂടി ചേരുമ്പോഴുള്ള സന്ധിയുണ്ട്. ഇപ്പോൾ രണ്ട് പദം കൂടി ചേരുമ്പോഴുള്ള സന്ധിക്ക് നമ്മൾ ബഹിസന്ധി എന്നാണ് പറയുന്നത്. കാരണം ഒരു പദത്തിൻ്റെ പുറത്ത് നടക്കുന്ന സന്ധി. ഇത് ഒരു പദത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ പദം ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു പ്രക്രിയയിൽ ഉണ്ടാവുന്ന സന്ധി ആയതുകൊണ്ട് ചില സന്ധികൾക്ക് നമ്മൾ അന്തഃസന്ധി എന്ന് നമ്മൾ പറയും. അപ്പം ഇത് ഒരു അന്തഃസന്ധിയുടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. നയനം, കണ്ണ്. പക്ഷെ ആ നയനം എന്ന പദത്തിൻ്റെ ആ ഉദ്ഭവത്തിൽ രണ്ട് പദങ്ങൾ കൂടി ചേർക്കുന്നു നമ്മൾ. നേ പ്ലസ് അനം എന്ന്. നേ പ്ലസ് അനം. നേ ന് പ്ലസ് എ ആണ് നേ. അനം നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ന് പ്ലസ് എ കഴിഞ്ഞിട്ട് വരുന്നത് ആ ആണ്, അന്യസ്വരമാണ്. അപ്പോൾ എന്താകും? എ എന്നുള്ളത് അയ് ആയി മാറും. ന് പ്ലസ് എന് പകരം നമ്മൾ അയ് എന്നെടുത്തു, പ്ലസ് അനം. അതിന് മാറ്റം വരാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ന് പ്ലസ് അയ്, ന് പ്ലസ് ആ ന, നയ് പ്ലസ് അനം, യ് പ്ലസ് ആ യാ ആകും. അതുകൊണ്ട് ഇതെന്തായി മാറും? നയനം എന്ന് വരുന്നു. വേറൊരു ഉദാഹരണം. മാർഗത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു വഴിയിൽ പോകുമ്പോൾ. അപ്പോൾ മാർഗേ ആഗതാഹ. മാർഗേ പ്ലസ് ആഗതാഹ. മാർഗേ എന്ന പദത്തിൻ്റെ അവസാനം മാർഗ് പ്ലസ് എ എന്ന് വരുന്നു. എ കഴിഞ്ഞിട്ട് ആ എന്നാണ് വരുന്നത് സ്വരം. അത് എ അല്ലാത്തത് കൊണ്ട് അന്യസ്വരമാണ്. മാർഗ് പ്ലസ് എ പ്ലസ് ആഗതാഹ. അപ്പം ഈ എ എന്ത് മാറുന്നു? അയ് ആയി മാറുന്നു. മാർഗ് പ്ലസ് അയ് പ്ലസ് ആഗതാഹ. മാർഗ് പ്ലസ് ആ മാർഗ. മാർഗ യ് പ്ലസ് ആഗതാഹ. യ് പ്ലസ് ആ എന്നുള്ളത് യാ എന്നാകും. മാർഗയാഗതാഹ. അങ്ങനെ വരുന്നു. അപ്പം ഇതാണ് അയാദി സന്ധിയുടെ ഒന്നാമത്തെ വിഭാഗം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐ വെച്ചിട്ട് വരുന്ന സന്ധി നമുക്ക് നോക്കാം. ഐ കഴിഞ്ഞിട്ട് അന്യസ്വരം വരികയാണെങ്കിൽ എന്ത് വരും എന്നുള്ളത്.